നമസ്കാരം. കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ്റെ പുതുവത്സരാശംസകൾ. ഇന്നത്തെ വീഡിയോ പുതുവർഷമായിട്ട് ഫസ്റ്റ് വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ബാംഗ്ലൂർ സ്റ്റോൺ ഫാക്ടറി വിലയ്ക്ക് എങ്ങനെ നിങ്ങളുടെ കൈകളിലെത്തും ഇതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അതായത് ഹാഫ് കട്ട് സ്റ്റോണ് നമ്മൾ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. നാഷണൽ പെർമിറ്റ് ലോറിയാലാണ് വന്നേക്കുന്നത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഹാഫ് കട്ട് സ്റ്റോൺ എന്താണെന്നൊന്ന് പരിചയപ്പെടുത്താം. ഹാഫ് കട്ട് സ്റ്റോൺ എന്ന് പറയുമ്പം ഇതാണ് ഹാഫ് കട്ട് സ്റ്റോണ്. അതായത് 50 mm കനം വരുന്ന കല്ല് ഇതുണ്ടോ. ഇതിൻ്റെ അടിവശം ഒരുപോലെയാണ്, മോളുവശവും ഒരുപോലെയാണ്, ഈ രണ്ട് വശങ്ങളും ഒരുപോലെയാണ്. പക്ഷെങ്കിൽ ഈ ഒരു സൈഡും ഒരുപോലെയല്ല. കാരണം അവിടെ നമ്മൾ മെഷീൻ വെച്ച് പകുതി കട്ട് ചെയ്തിട്ട് നമ്മുടെ റബ്ബറിൻ്റെ ചുറ്റിക പോലത്തെ സാധനം വെച്ച് നമ്മൾ ഒടിച്ചെടുക്കുകയാണ്. അതാണ് ഹാഫ് കട്ട് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണയില്ല. അപ്പം അത് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ കാണിച്ചു തരാം. എങ്ങനെയാണ് ഹാഫ് കട്ട് സ്റ്റോണ് ഫാക്ടറി കട്ട് ചെയ്തിട്ട് അത് മുറിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ബാക്കി വീഡിയോ കാണിക്കാം. ഇതാണ് നമ്മളുടെ സാധനങ്ങളിലെ ഹാഫ് കട്ട് ചെയ്യുന്ന മെഷീൻ. ഹാഫ് കട്ട് കട്ട് ചെയ്യാന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ വലിയ ബ്ലോക്കുകൾ, അതായത് 9 അടി നീളമുള്ള ബ്ലോക്കുകൾ വലിയ മെഷീനകത്തോട്ട് കയറ്റി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ആ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതുണ്ട് നിലത്ത് ഓരോരോ പീസുകളായിട്ട് ഇങ്ങനെ വിരിച്ചിട്ടേക്കുവാണ്. അത് നമ്മൾ ഗ്രാനൈറ്റ് കട്ടിങ്, അതായത് 7 ഇഞ്ചിൻ്റെ ബ്ലേഡ് ഉള്ള ഗ്രാനൈറ്റ് കട്ടർ വെച്ച് ഹിന്ദിക്കാരെ കൊണ്ട് നമ്മളത് മുറിച്ച് മാറ്റുവാണ്. മുറിക്കുമ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് മുറിക്കുന്നില്ല, പകുതിയായിട്ട് ഇങ്ങനെ മുറിച്ച് പോകണം. അതായത് കറക്റ്റായിട്ട് സ്കെച്ചിന് വരച്ച് പകുതിക്ക് മുറിച്ച് ഈ പയ്യെ ഇപ്പോൾ ചെയ്യുന്നത് കണ്ടോ, അത് ചുറ്റിക്ക് അടിക്കുന്നുണ്ട്. ഇതുപോലെ ചുറ്റിക്ക് അടിച്ച് പയ്യെ ഇങ്ങനെ ഒടിച്ചിങ്ങനെ എടുക്കുമ്പോൾ ഒരു വശം. അപ്പോൾ ഹാഫ് കട്ട് സ്റ്റോൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഈ സാധനം നിങ്ങളിൽ എത്തിച്ചു വരുമ്പം ഇതിൻ്റെ കനം, ഇതിൻ്റെ സൈസ്, ഇപ്പം ഞാൻ ഈ വണ്ടിയിൽ വെച്ച് നിൽക്കുന്ന കല്ലുകളെല്ലാം 2ക്ക് 1.5 എന്ന് പറഞ്ഞാൽ 2 അടി നീളം 1.5 അടി വീതി. അപ്പോൾ ഞാൻ ടേപ്പിനൊന്ന് അളന്ന് കാണിക്കാം. ക്യാമറ ഞാൻ അടുപ്പിച്ച് കാണിച്ചേ. ഇത് കണ്ടോ, 2 അടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ 2 അടി വേണം. കാരണം 2 അടി ഒട്ടും കുറയാൻ പാടില്ല. അതുപോലെ തന്നെ വീതി 18 ഇഞ്ച് വീതിയാണ് 1.5 അടി എന്ന് പറയുന്നത് കേട്ടോ, 18 ഇഞ്ച് വീതി. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ കനമാണ്. അതായത് 5 സെൻറ്റിമീറ്റർ 2 ഇഞ്ച് കനം. ഇതുണ്ടോ, കറക്റ്റ് 2 ഇഞ്ച്. അപ്പം കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ സപ്ലൈ ചെയ്യുന്ന കല്ലുകൾ പക്കാ മെഷർമെൻറ്റും പക്കാ അളവിലുള്ള കല്ലുകളിലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഇതിനകത്ത് ഈ വലിയ വണ്ടി, അതായത് ഈ കാണുന്ന നാഷണൽ പെർമിറ്റ് കണ്ടോ, ഇത് 25 ടണ്ണ് പെർമിറ്റ് വണ്ടിയാണ്. 2300 സ്ക്വയർ ഫീറ്റാണ് ഈ വണ്ടിയിൽ ഫുൾ ലോഡായിട്ട് കയറി വരുന്നത്. അപ്പം ഇതുപോലത്തെ വണ്ടി എവിടം വരെ വരുന്നോ അവിടെ വരെ നമ്മൾ എത്തിച്ചു തരുള്ളൂ. ഇറക്കുന്ന ഉത്തരവാദിത്തം കസ്റ്റമറുടെയാണ്. ലോഡ് ചെയ്ത് ഞങ്ങൾ വണ്ടിയിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു തരും. വലിയ വണ്ടി പോകുകയല്ലെങ്കിൽ വണ്ടി അവിടെ നിർത്തും. പിന്നെ ഈ കിടക്കുന്ന ചെറിയ വണ്ടികൾ കണ്ടോ, ഇതുപോലത്തെ ചെറിയ വണ്ടിയിലായിട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അത് കസ്റ്റമറുടെ ഉത്തരവാദിത്തമാണ്. ഇനി ഇതിൻ്റെ റേറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേരള സ്റ്റോൺസിൻ്റെ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പം സ്ക്വയർ ഫീറ്റ് നമുക്ക് 106 രൂപ റേറ്റ് ആവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് വലിയ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. അത് നമ്മൾ ഇറക്കി വെക്കുന്ന കൂലിയും അത് കയറ്റുന്ന കൂലിയും, വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന കൂലിയും കയറ്റുന്ന കൂലിയും പ്ലസ് GST പൈസയും കൂടെ വരുമ്പോഴാണ് നമുക്ക് 106 രൂപ വരുന്നത്. കാരണം ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം അതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം. അത് വലിയ വണ്ടി വരുന്നിടം വരെയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ ഹാഫ് കട്ട് സ്റ്റോണിൻ്റെ റേറ്റാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ പാലയാണ് ഞങ്ങളുടെ സ്ഥലം. കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ്റെ സ്ഥലം പാലയാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് 50 mm കനം വരുന്ന സാധനകള്ളി വൈറ്റ്, വൈറ്റ് എന്ന് പറയുന്ന സാധനകള്ളി വൈറ്റ്. അപ്പം ഈ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആളുകൾക്ക് ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാം. കാരണം വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റാണ്. പക്ഷെങ്കിൽ കല്ല് നമ്മൾ അവിടുന്ന് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവരുമ്പം നല്ല വൈറ്റായിട്ടായിരിക്കും. ഞാൻ ഈ വണ്ടിയിൽ കയറി ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ 1 കപ്പ് വെള്ളവും എടുക്കട്ടെ, അതിന് ശേഷം ഇതിനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കല്ല് കണ്ടോ,
ഇതാണ് നല്ല പ്യുവർ വൈറ്റ് കല്ലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനങ്ങളിൽ വൈറ്റ്. പക്ഷേങ്കിൽ ഇതിൻ്റെ പുറത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതുണ്ടോ നോക്കി, വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിനകത്തെ കറുത്ത ഗ്രെയിൻസ് എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മളൊരു വീട്ടിൽ കൊണ്ടുപോയി കല്ല് കൊണ്ടുവരുമ്പോൾ നല്ല വൈറ്റാണ്, പക്ഷേ വിരിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഈ കറുത്ത ഗ്രെയിൻസ് വരും. അപ്പോൾ ആളുകൾക്ക് അത് അറിയില്ല. അല്ല, പ്യുവർ വൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, വൈറ്റ് സിമെൻറ്റ് അടിച്ചേക്കുന്ന പോലത്തെ കല്ലുകളില്ല. സാധനകളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ കല്ല് കൊണ്ടുവരുമ്പം കല്ലിന് വെളുത്ത കല്ലാണ്. ആ വെളുത്ത കല്ലിനകത്ത് കറുത്ത ഡോട്ട്സ് ഉണ്ട്. ആ കറുത്ത ഡോട്ട്സ് വരുന്നതാണ് എസ് വൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ചില കല്ലുകൾക്കൊക്കെ ചെറിയ പാടുകൾ പോലെയൊക്കെ വരാം. അല്ലാതെ എല്ലാ കല്ലും നമുക്ക് പക്കയായിട്ട് അങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫുൾ കട്ട് കല്ല് മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. ഹാഫ് കട്ട് കല്ലെന്ന് പറയുമ്പം നമ്മൾ ഈ വശങ്ങൾ നമുക്ക് കോൺക്രീറ്റ് ഇടുമ്പം ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിടുത്തം കിട്ടും. ഫുൾ കട്ടാണെങ്കിൽ നമുക്ക് അത്രയും പിടുത്തം കിട്ടത്തില്ല. നമുക്ക് കല്ലുകൾ തമ്മിൽ നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ആ 2 ഇഞ്ച് ഗ്യാപ്പ് ഇടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുമ്പം അപ്പുറത്തെ സൈഡും മുറിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് മസാല ഇട്ട് കഴിയുമ്പം അതിന് നല്ല പിടുത്തമാണ്. അതിനാണ് നമ്മൾ ഹാഫ് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മെഷീൻ വെച്ച് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ പകുതി കട്ട് ചെയ്തിട്ട് ഒടിച്ചെടുക്കുന്നതാണ് ഞാൻ മുമ്പ് വീഡിയോയ്ക്കകത്ത് കാണിച്ചത്. അപ്പം അതിന് പിടുത്തം കൂടുതലാണ്, പ്രൈസും കുറവാണ്. അപ്പം ഇനി ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് നമ്മൾ 2300 സ്ക്വയർ ഫീറ്റ് ഈ വലിയ വണ്ടിയെ ഫുൾ ലോഡായിട്ട് നമ്മൾ എടുക്കുമ്പം 96 രൂപയ്ക്ക് നമ്മൾ ഈ വലിയ വണ്ടി വരുന്നത് എവിടെയാണോ അവിടം വരെ എത്തിച്ചു തരും. അത് നേരെ തൃശ്ശൂരിലെത്തിക്കഴിയുമ്പോഴത്തേന് 1 രൂപയും കൂടെ കൂടി 97 രൂപയ്ക്ക് എത്തും. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോഴത്തേന് 98 ആവും. അതായത് 98 റുപ്പീസ് സ്ക്വയർ ഫീറ്റ് റേറ്റാണ്, ഒരു കല്ലിൻ്റെ റേറ്റ് അല്ല. നിങ്ങളത് എപ്പോഴും ഓർക്കണം. ഒരു സ്ക്വയർ ഫീറ്റ് 98 രൂപയ്ക്ക് വലിയ വണ്ടി വരുന്നത് എവിടെയാണോ അവിടം വരെ എറണാകുളം ജില്ലയിൽ എവിടെ എത്തിച്ചു തരും. ഇപ്പം നിങ്ങൾക്ക് ഒരു 500 സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ തരും. 500 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ 98 എന്നുള്ളത് 99, 100, 1, 2 രൂപയുടെ വ്യത്യാസം മേടിക്കും. അതേസമയം ഫുൾ ലോഡാണെങ്കിൽ 98 തന്നെ കിട്ടും. 500 വേണ്ടവർക്ക് നമുക്ക് കൊടുക്കണമല്ലോ, കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലോ. 1000 വേണ്ടവർക്കും കൊടുക്കണം. 1500 എടുക്കുന്നവർക്കും ഈ 98 തന്നെ വരുള്ളൂ. അപ്പോൾ ചെറിയ സ്ക്വയർ ഫീറ്റിനകത്ത് നമ്മൾ ഈ വണ്ടി ഓടുമ്പോൾ 2.5, 3 മൈലേജ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ 1 രൂപ 2 രൂപ കൂടുതൽ മേടിക്കും. അല്ലാതെ നമ്മൾ ഒരു പൈസ പോലും കൂടുതൽ മേടിക്കത്തില്ല. ഇനി ഞങ്ങളുടെ സ്ഥലം സ്വന്തം കോട്ടയം 98 രൂപ. കോട്ടയം ജില്ലയിൽ എവിടെയും 500 സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ 500 സ്ക്വയർ ഫീറ്റ്, 1000 വേണമെങ്കിൽ 1000, എത്ര സ്ക്വയർ ഫീറ്റ് നിങ്ങൾ പറഞ്ഞാലും 98 രൂപയ്ക്ക് നമ്മൾ കോട്ടയം ജില്ലയിൽ തരും. എത്തിച്ച് തരുവത്തുള്ളൂ, ഇറക്കത്തില്ല. അത് നിങ്ങൾ ഓർത്തോണം. കോട്ടയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് പത്തനംതിട്ട. പത്തനംതിട്ടയിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ ഞാൻ 2 രൂപയും കൂടെ ചാർജ് മേടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിക്ക് വാടക ടെണ്ണിനാണ്. അപ്പം ദൂരം കൂടും തോറും വാടക കൂടും. അപ്പോൾ അതനുസരിച്ച് ചെറിയൊരു വ്യത്യാസം. പത്തനംതിട്ട ജില്ലയിൽ എല്ലായിടത്തും 100 രൂപയ്ക്ക് 2300 സ്ക്വയർ ഫീറ്റ് കല്ല് ഒരു വണ്ടി ഫുൾ എടുക്കുവാണെങ്കിൽ 100 രൂപ. 1000 എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ 1, 2 രൂപയുടെ വ്യത്യാസം. അതായത് 101, 102. അതിനപ്പുറത്തേക്ക് 1 രൂപ പോലും കൂടത്തില്ല. പിന്നെയുള്ള വരുന്ന മറ്റുള്ള ജില്ലകൾ കൊല്ലം, തിരുവനന്തപുരം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, വയനാട്, ഈ വക ജില്ലകളിൽ നമുക്ക് ലോക്കൽ സപ്ലൈ ഇല്ല. ഇവിടെ നമ്മൾ ഫുൾ ലോഡ്, അതായത് നിങ്ങൾ 2300 സ്ക്വയർ ഫീറ്റ് ലോഡ് വരുവാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ 100 രൂപയ്ക്ക് കൊടുക്കും. കൊല്ലം ജില്ലയിലും 100 രൂപയ്ക്ക് കൊടുക്കും. ഇടുക്കി ജില്ലയിൽ വരുമ്പോഴത്തേന് 2 രൂപയുടെ വ്യത്യാസം. അതായത് സ്ക്വയർ ഫീറ്റ് 102 രൂപ ഇടുക്കിക്ക്. തിരുവനന്തപുരം 100 രൂപയ്ക്ക് കിട്ടും, കൊല്ലത്തും കിട്ടും 100 രൂപയ്ക്ക്. ഇടുക്കി വരുമ്പോൾ 102. അതേ സാധനം നേരെ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, വയനാട് 96 രൂപ. വലിയ വണ്ടി എവിടെ വരുന്നോ അവിടെ എത്തിച്ചേരും. കാസർഗോഡ് മാത്രം വരുമ്പോൾ നമുക്ക് 96, കണ്ണൂർ വരുമ്പോഴും 96, മലപ്പുറം വന്നാലും 96, കോഴിക്കോട് വന്നാലും 96, വയനാട് വന്നാലും 96. ഫുൾ ലോഡിൻ്റെ റേറ്റാണ് നമ്മൾ അവിടെ പറഞ്ഞേക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അവിടെ 2 പാർട്ടിയെ ക്ലബ്ബ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇനി വരും വർഷങ്ങളിൽ 2025 കഴിഞ്ഞ് 2026 ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ റേറ്റ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ സംബന്ധിച്ച ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വീഡിയോ ഇങ്ങനെ കണ്ട ആൾക്കാർക്ക് ബോറടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കല്ലിനെ സംബന്ധിച്ച് അറിയേണ്ട ആളുകൾ മാത്രമാണ് ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ടാണ് വളരെ ചുരുക്കത്തിൽ ഇങ്ങനെ പറയുന്നത്. അപ്പം സ്റ്റോണിൻ്റെ വിലകളുടെ വിവരം എല്ലാവർക്കും മനസ്സിലായി കാണും. എസ് വൈറ്റ് എന്താണെന്ന് മനസ്സിലായി കാണും ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ.